ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനികളെ, ആഫത്തുകൾ വരാതിരിക്കാനും പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പതിവാക്കിയ ദിക്റുകൾ ഉണ്ട്. രാവിലെയും വൈകുന്നേരവും പതിവാക്കിയ ദിക്റുകൾ അതിൽ ധാരാളം നമ്മൾ ചർച്ച ചെയ്തു. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന് 3 തവണ ചൊല്ലണമെന്ന് നമ്മൾ പഠിപ്പിച്ചു. ഒരപകടവും അവന്റെ ജീവിതത്തിൽ അവൻ രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരം വരെ ഒരു അപകടവും വരികയില്ല എന്ന് തിരുനബി പറഞ്ഞു. അതുപോലെ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മാ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന ദിക്ർ ചൊല്ലണമെന്നും അതിനാൽ വലിയ നേട്ടങ്ങൾ രാവിലെയും 3 തവണ വൈകുന്നേരവും 3 തവണ ചൊല്ലാൻ വേണ്ടി തിരുനബി പഠിപ്പിച്ചിരുന്നു എന്നതും ഞാൻ പറഞ്ഞു. ഇനി വേറെയും ധാരാളം ദിക്റുകൾ നേരത്തെ ചർച്ച ചെയ്തു. ഇനിയും ചില ദിക്റുകൾ കൂടി പറയുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ ദിക്റുകളൊക്കെ ക്രോഡീകരിക്കപ്പെട്ട പുസ്തകങ്ങൾ നമുക്ക് ലഭിക്കും. ആ പുസ്തകങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ അതൊക്കെ പതിവായി ചൊല്ലണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പ്രേരിപ്പിച്ച ദിക്റാണ്. രാവിലെ ചെല്ലാൻ പ്രത്യേകം കൽപ്പിച്ച ദിക്റാണ്. വൈകുന്നേരം ചെല്ലാൻ പ്രത്യേകം കൽപ്പിച്ച ദിക്റാണ്. വലിയ നേട്ടങ്ങളുള്ള ദിക്റാണ്. ധാരാളം പ്രയാസങ്ങളും അപകടങ്ങളും ആഫത്തുകളും മുസീബത്തുകളും നീങ്ങിപ്പോകാൻ കാരണമാണ്. മുത്തുനബിയെ ഇത്തിബാഅ് ചെയ്യാനും നമുക്ക് അതുകൊണ്ട് നേട്ടം ലഭിക്കും. പ്രത്യേകമായി മനുഷ്യൻ അല്പമൊക്കെ ദിക്ർ ചൊല്ലുന്നവൻ ആകേണ്ടതുമുണ്ട്. പ്രത്യേകം നിർദ്ദേശിക്കപ്പെട്ട ദിക്റാണ് എന്ന് മനസ്സിലാക്കുക. ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, മൻ ഖാല ഹീന യുസ്ബിഹു ഔ യുംസി, പ്രഭാതത്തിലും പ്രദോഷത്തിലും രാവിലെയും വൈകുന്നേരവും ഒരാൾ ഇങ്ങനെ ചൊല്ലിയാൽ, അല്ലാഹുമ്മ ഇന്നി അസ്ബഹ്തു ഉശ്ഹിദുക വ ഉശ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹു ലാ ഇലാഹ ഇല്ലാ അൻത വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക എന്ന് ചൊല്ലിയാൽ അഅതഖല്ലാഹു റുബഅഹു മിനൻ നാർ. രാവിലെയും ചൊല്ലണം, വൈകുന്നേരവും ചൊല്ലണം. അങ്ങനെ ചൊല്ലിയാൽ അവന്റെ 1/4 ഭാഗം നരകമോചനം അല്ലാഹു നടത്തുന്നതാണ്. അതിന്റെ അർത്ഥം എന്താണ്? അല്ലാഹുമ്മ ഇന്നി അസ്ബഹ്തു, അല്ലാഹുവേ ഞാൻ പ്രഭാതമായി. വൈകുന്നേരം ചൊല്ലുമ്പോൾ അംസൈതു എന്ന് പറയേണ്ടി വരും. അല്ലാഹുവേ ഇന്നി അസ്ബഹ്തു, ഞാൻ പ്രഭാതമായി. ഉശ്ഹിദുക, നിന്നെ സാക്ഷി നിർത്തുന്നു. ഉശ്ഹിദു ഹമലത അർശിക, എന്റെ അർശിനെ ചുമക്കുന്ന മലക്കുകളെ സാക്ഷി നിർത്തുന്നു. മലായികതക, മറ്റു മലക്കുകളെ സാക്ഷി നിർത്തുന്നു. വജമീഅ ഖൽഖിക, സർവസൃഷ്ടികളെയും ഞാൻ സാക്ഷി നിർത്തുന്നു. അന്നക അൻതല്ലാഹു ലാ ഇലാഹ ഇല്ലാ അൻത, നീ മാത്രമാണ് അല്ലാഹു, നീ അല്ലാതെ മറ്റൊരു ആരാധിക്കപ്പെടാൻ അർഹനുമില്ല. വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക, മുഹമ്മദ് നബി അല്ലാഹു നിന്റെ അടിമയാണ്, നിന്റെ പ്രവാചകരാണ്, നിന്റെ ദൂതരാണ്. ഈ കലിമത്ത് ഒരാൾ രാവിലെയും വൈകുന്നേരവും ചൊല്ലിയാൽ അഅതഖല്ലാഹു റുബഅഹു മിനൻ നാർ, അവന്റെ 1/4 ഭാഗം നരകമോചനം നടത്തും. അല്ലാഹു അവനെ നരകമോചനനാക്കും. ഫമൻ ഖാലഹ മർറതൈൻ, 2 തവണയാണ് ചൊല്ലിയതെങ്കിൽ അഅതഖല്ലാഹു നിസ്ഫഹു മിനൻ നാർ, 3 തവണ ചൊല്ലണമെന്നാണ് പറയാൻ പോകുന്നത്. 1 തവണ ചൊല്ലിയാൽ അവന്റെ 1/4. 2 തവണ ചൊല്ലിയ അവന്റെ പകുതി. 3 തവണയല്ല, 4 തവണ ചൊല്ലലാണ് ഇത് സുന്നത്ത്. നബി തങ്ങൾ പറയാണ്, 3 തവണ ചൊല്ലിയാൽ അവന്റെ 3/4 ഭാഗവും നരകമോചനം നടത്തും. ഫഇൻ ഖാല അർബഅൻ അഅതഖഹുല്ലാഹു മിനൻ നാർ, 4 തവണ ചൊല്ലിയാൽ അവന്റെ മുഴുവൻ ഭാഗങ്ങളും, അവനെ മുഴുവനും നരകമോചനം നടത്തും. നരകമോചനം ലഭിക്കാനുള്ള പ്രത്യേകമായ ദിക്റാണ് ഇത്. രാവിലെയും വൈകുന്നേരവും 4 തവണ വീതം ചൊല്ലല് സുന്നത്താണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹ് ഈ ദിക്റുകളൊക്കെ സമാഹരിച്ച ഏടുകൾ നമുക്ക് ലഭിക്കും. ആ ഏടുകൾ നമ്മൾ കയ്യിൽ വാങ്ങുക, എന്നിട്ട് നോക്കി ചെല്ലുക. നേരത്തെ കുറെ ദിക്റുകൾ പറഞ്ഞിരുന്നു, ഇനിയും ദിക്റുകൾ പറയാനുണ്ട്. അതൊക്കെ നമ്മൾ ജീവിതത്തിൽ പ്രഭാതത്തിലും പ്രദോഷത്തിലും പതിവാക്കിയാൽ നരകമോചനമടക്കമുള്ള നേട്ടങ്ങൾ ലഭിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുക. അതൊക്കെ മുത്തുനബി പ്രത്യേകം നമ്മോട് കൽപ്പിച്ചതാണ്. അവിടുത്തെ കൽപ്പന സ്വീകരിക്കുക എന്ന് നമ്മുടെ കടമയാണ്. നാം ഇത്തിബാഅ് ചെയ്യേണ്ടതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.